നമസ്കാരം. കോട്ടയത്ത് ഏറ്റുമാനൂര് അഡ്വക്കേറ്റ് ജിസ്മോളുടെ മരണം ഒരുപാട് ചർച്ചാവിഷയമാക്കിയിരിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. കാരണം ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരു 32 വയസ്സുള്ള ജിസ്മോള് ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളും ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ജിസ്മോളുടെ സുഹൃത്തായ ഓസ്ട്രേലിയയിലുള്ള സുഹൃത്ത് കുറേ വിവരങ്ങൾ പറയാനിടയായത്. അവരൊന്നിച്ച് കുറച്ച് നാൾ താമസിച്ചിരുന്നതാണ് ഹോസ്റ്റലിൽ. അങ്ങനെ അവർ തമ്മിലുണ്ടായിരുന്ന പരിചയം കാരണം ഒരുപാട് കാര്യങ്ങൾ ജിസ്മോള് ഈ സുഹൃത്തിനോട് പറയുകയുണ്ടായി. അപ്പോൾ ആ സുഹൃത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതൊരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണോ എന്നൊരു സംശയമുണ്ടെന്നാണ് ഈ സുഹൃത്ത് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ അത് കേൾക്കുമ്പോൾ ഒരുപാട് ദുരൂഹതകൾ വരുന്നുണ്ട്. ഈ ജിമ്മി എന്ന് പറയുന്ന നായയുടെ പേരുള്ള ആ ഭർത്താവ് അവന് ഒരുപാട് ഉപദ്രവങ്ങൾ ഈ പെൺകുട്ടീനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അയ്യമ്മയും നാത്തൂനും ഈ പെൺകുട്ടീനെ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട്. ഇവർ ജിസ്മോള് സാധാ ഒരു കുടുംബത്തിൽ വളർന്നു വന്ന ഒരു പെൺകുട്ടിയാണ്. ഈ ജിമ്മി എന്ന് പറയുന്നവന് നല്ല സാമ്പത്തികമായിട്ട് വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ സാമ്പത്തികത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ നിറത്തിൻ്റെ പേരിലൊക്കെ ഈ പെൺകുട്ടീനെ ഈ കുടുംബം ഒരുപാട് അവഹേളിച്ചിരുന്നു. അങ്ങനെ കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് ഈ പെൺകുട്ടിയെ ജീവിച്ചു പോയിരുന്നത്. ഒരു ജോലിയുണ്ട്, വളരെ കഴിവുണ്ട്, ഏത് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലും തല കുനിക്കാതെ പേടിക്കാതെ ധൈര്യത്തോടു കൂടി സംസാരിക്കാനുള്ള തൻ്റെ ഇടവും ആത്മവിശ്വാസവും ഒക്കെയുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ജിസ്മോൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ജിസ്മോള് ഈ തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴേക്ക് ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരുപാട് നമുക്കൊക്കെ ഒരുപാട് പിന്നെ വിഷമം തോന്നുകയും അതുപോലെ തന്നെ ആത്മഹത്യ തന്നെയാണോ എന്നുള്ള ഒരു സംശയം കൂടെ ബാക്കി നിൽക്കുകയാണ്. ഈ സുഹൃത്തിൻ്റെ അഭിപ്രായം കൂടെ, അത്രയും അടുത്തറിയാവുന്ന ഒരു സുഹൃത്തിൻ്റെ അഭിപ്രായം കൂടെ കേൾക്കാനിടയായത്. അപ്പോൾ ഈ സുഹൃത്ത് പറയുന്നത് ഈ ജിമ്മിയുടെ വിവാഹം വന്നപ്പോൾ അവർ ചോദിച്ചിരുന്നു, ഇത്രയും സാമ്പത്തികമായിട്ട് ഉയർന്ന ഒരു വീട്ടിലെ പയ്യനാണ്, അപ്പോൾ ഈ സാധാരണ കുടുംബത്തിലുള്ള ഈ പെൺകുട്ടി, അപ്പോൾ അവർക്കത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ അതിന് ശേഷം വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ ജിമ്മി എന്ന് പറയുന്ന ഈ പന്നന് അമ്മയുടെ അഭിപ്രായങ്ങൾക്ക് മാത്രം വില നൽകിക്കൊണ്ട് ഈ പെൺകുട്ടീനെ പീഡിപ്പിക്കുകയും ഒരുപാട് ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറേ കാലം മാറി നിന്ന് താമസിക്കേണ്ടിയൊക്കെ വന്നു. കുട്ടികളുണ്ടായിരുന്നപ്പോഴും കുട്ടികളെ വിട്ടു നൽകാതെ ഇവളെ ജിസ്മോളെ വീടിന് പുറത്താക്കുകയും അതുപോലെ തന്നെ ഈ ജിസ്മോളുടെ അപ്പന് രണ്ടാമത് വിവാഹം കഴിച്ചു. ആദ്യത്തെ ഭാര്യ മരിച്ചതിന് ശേഷം രണ്ടാമത് വിവാഹം കഴിച്ചതൊക്കെ ഇവരുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതൊന്നും ഇവർ ജിമ്മിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലായിരുന്നു, താല്പര്യമില്ലായിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞ് വാക്കു തർക്കങ്ങളുണ്ടായി. അങ്ങനെ ജിസ്മോളെ പുറത്താക്കുകയും ഹോസ്റ്റലിൽ താമസിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഓസ്ട്രേലിയയിലുള്ള സുഹൃത്തിനോട് വിവരങ്ങളൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ ഈ മരണത്തിന് ശേഷം ഈ ഓസ്ട്രേലിയയിലുള്ള ഈ ജിസ്മോളുടെ സുഹൃത്ത് പറയുന്ന വാക്കുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അത് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അത് നമുക്ക് കേട്ടു നോക്കാം. അപ്പോൾ ആ സുഹൃത്ത് പറയുന്നുണ്ട്, അത് എനിക്ക് സംശയമുണ്ട്, ഇത് ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണോ എന്നൊരു സംശയമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. ആയുർവേദത്തിന്റെ PG ചെയ്യുമ്പോൾ അവളവിടെ ലോ കോളേജിൽ വന്ന് ജോയിൻ ചെയ്തു. അപ്പൊ ഞങ്ങളവിടെ ഒരു ഹോസ്റ്റലിലായിരുന്നു. അവരുടെ ഹോസ്റ്റലിന്റെ പണി തീർന്നിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ ഒരു റൂമിലായിരുന്നു ആദ്യത്തെ ഒരു വർഷം. പിന്നീട് എന്റെ റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് മാറി. അങ്ങനെ 3 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് നല്ല കമ്പനിയായിരുന്നു. 16 വർഷമായിട്ട് എന്താ പറയാ, ഞങ്ങളിങ്ങനെ നല്ലപോലെ തുടർന്നു വന്നു. ഞങ്ങളുടെ സ്നേഹം നല്ലപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ എല്ലാ കാര്യത്തിലും, എന്റെ വയ്യായ്മകളിലും ഒക്കെ അവൾ ഉണ്ടായിരുന്നു. എനിക്ക് കാവല് നിന്ന്, മരുന്ന് തന്ന്, ഭക്ഷണം തന്ന്, അങ്ങനെ. പിന്നെ അവളുടെ എന്താ പറയാ, എല്ലാ കാര്യങ്ങളിലും ഞാനും ഉണ്ടായിരുന്നു. അവളുടെ അമ്മ മരിച്ചപ്പോഴൊക്കെ. അങ്ങനെ ഞങ്ങൾ നല്ലൊരു സൗഹൃദമായിരുന്നു. അപ്പൊ അവൾ എന്ത് കാര്യത്തിന് തിരുവനന്തപുരത്ത് വന്നാലും എന്റെ അടുത്ത് വരും. അപ്പൊ ഞങ്ങള് അവളെയും കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കഴിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ലാസ്റ്റ് വന്നത് നവംബർ 24-നാണ്. അതായത് പുള്ളിക്കാരിയുടെ കല്യാണ സമയത്ത് ഞാനാണ് ഈ പയ്യനോട് സംസാരിച്ചതും ഒക്കെ ഞാനും കൂടെയാണ്.
അപ്പം അന്നേ ഇവര് വലിയ പണക്കാരാണ്, ഇവള് ഒരു സാധാരണ ഫാമിലിയാണ്. ഉം. അപ്പൊ അന്നേ ഞങ്ങൾ ചോദിച്ചായിരുന്നു ഇത് എങ്ങനെ ശരിയാവുമെന്ന്. അപ്പൊ അവര് പറഞ്ഞത് അവരുടെ ജാതിയിൽ ഇങ്ങനെ സ്ത്രീധനം ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ കല്യാണം നടത്തിയത്. ശരി. ഉം. പക്ഷേ ആ, സ്ത്രീധനത്തിന്റെ പേര് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ. ഉം. ആ, ശരി. ഉം. അത് പിന്നെ വേറെ എന്തൊക്കെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമായിരുന്നോ? പറഞ്ഞിട്ടുണ്ട്. അതാരാണ്? ഭർത്താവാണോ അതോ? അതായത് ഭർത്താവ് അടിക്കുമായിരുന്നു. അത് ഉം. എന്റെ അടുത്ത് ഒരിക്കലേ പറഞ്ഞിട്ടുള്ളൂ ഭർത്താവ് അടിച്ച കാര്യം. ഉം. വീട്ടിൽ നല്ല പ്രശ്നങ്ങളായിരുന്നു. അതായത് ആദ്യത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ഉം. ഇവളുടെ വീട്ടില് ഭയങ്കര പ്രശ്നങ്ങളായി. ഉം. ഇവളുടെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ ഉം. അവർക്കത് അംഗീകരിക്കാൻ വയ്യ, ഈ ഉം. പയ്യന്റെ വീട്ടുകാർക്ക്. ശരി. അപ്പൊ അവളവിടെ ഇട്ട് ശരിക്കും അപമാനിച്ചു. ഉം. അത് പക്ഷെ അവൾക്ക് അവളുടെ അച്ഛനോട് പറയാനും ഒക്കത്തില്ല. ഉം. അപ്പൊ ഇതിന്റെ പേരിലാണത്. അങ്ങനെ അവിടെ വെച്ച് ഈ ചേട്ടത്തിമാരോ എന്തൊക്കെയോ നാത്തൂനോ ഒക്കെ കൂടെ കുറെ എന്തോ പറഞ്ഞു. അതിന്റെ പേരിൽ അവളെ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ശരി. ആ ഉം. ഉം. അങ്ങനെ അതായത് അവളുടെ അച്ഛന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസത്തിനകം, ഉം. കല്യാണം നടക്കുന്ന ആ സമയങ്ങളിലും ആയിട്ട്. പുറത്ത് എന്നിട്ട് ഇവര് സ്വന്തം വീട്ടിൽ പോയി നിന്നു? ഇല്ല ഇല്ല, അവള് സെറ്റോ നെറ്റോ ഏതൊരു പരീക്ഷ പഠിക്കാൻ വേണ്ടിട്ട് എറണാകുളത്ത് പോയി നിന്നു. ഈ കുട്ടികൾ കുഞ്ഞുമായിട്ടോ? ഇല്ല, കുഞ്ഞിനെ ഇട്ടിട്ട്, കുഞ്ഞിനെ അവര് കൊടുത്തില്ല. ഓ ശരി. ഉം. അങ്ങനെ അവള് എറണാകുളത്ത് ഹോസ്റ്റലിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. ഞാൻ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചപ്പോൾ അവള് പറഞ്ഞു ഞാൻ എറണാകുളത്താണ്. അപ്പൊ ഞാൻ ചോദിച്ചു, കുഞ്ഞു കൊച്ചിനെ ഇട്ടിട്ട് നീ എന്തിനാ പോയി നിൽക്കുന്നേ? അന്നേരം പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, പൊയ്ക്കോന്ന് പറഞ്ഞു. കൊച്ചിനെ കൊടുത്തു വിട്ടില്ല, കൊച്ചിനെ അവര് നോക്കിക്കോളും എന്ന് പറഞ്ഞു. അന്ന് ഭയങ്കര നിലവിളിയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ജിമ്മി വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അടിച്ചത് ഉപദ്രവിച്ചതൊന്നും പറഞ്ഞില്ല. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, പുറത്താക്കിയിരിക്കുകയാണ്, അങ്ങനെ ചെല്ലാൻ ഒക്കത്തില്ല എന്ന്. ഈ വേറെ എന്ത് ടോർച്ചറിങ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. പിന്നീട് രണ്ടാമത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പം അവളെ നോക്കാതെ അവളുടെ അമ്മായിയമ്മ ലണ്ടനിൽ പോയി അവരുടെ മോന്റെയോ മോളെ കൊച്ചിനെ നോക്കുമായിരുന്നു. അപ്പൊ അന്നത്തെ സമയങ്ങളിൽ അവള് നല്ല ടെൻഷൻ അനുഭവിച്ചു. 2 പിള്ളേരും അവളും. അവളുടെ അമ്മായിച്ചിന് സുഖമില്ല, ഈ പയ്യന് ജോലിക്ക് പോകണം, അവൾക്ക് ജോലിക്ക് പോകണം. അപ്പൊ ആ സമയത്ത് ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സഹിക്കാൻ വയ്യാത്ത ടെൻഷനാണ്, വല്ലാതെ പ്രഷറുണ്ട്, ആരും ഇല്ലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അത് അന്ന് പിന്നെ ഞങ്ങൾ കുറെയൊക്കെ പറഞ്ഞ് അത് പിന്നെ സോൾവ് ആയി. പിന്നെ മൂന്നാമതൊരു തവണ വിളിച്ചിട്ട്, അത് ഈ ഒരു 8-9 മാസം മുമ്പാ, ജിമ്മി അടിച്ചു, ഉപദ്രവിച്ചു, ശരിക്കും ഉപദ്രവിച്ചു, സഹിക്കാൻ വയ്യായിരുന്നു. എന്നിട്ട് അവൻ രാവിലെ ഇറങ്ങിപ്പോയി, ഇനി രാത്രി തിരിച്ചു വരുമോന്ന് പോലും അറിയത്തില്ല. ആകെ പ്രശ്നങ്ങളാണ്, അവളുടെ അടുത്ത് ആർക്കും ഒരു സ്നേഹമില്ല, അവളുടെ മക്കളെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഓ ശരി. ഈ പുള്ളിക്കാരുടെ നിറത്തിന്റെ പേരിലൊക്കെ അപമാനിച്ചെന്ന് പറയപ്പെടുന്നു. അങ്ങനെ അതുണ്ട്. അത് ആദ്യമേ തൊട്ടേ ഉണ്ടായിരുന്നു. ഈ ജിസ്മോൾ എങ്ങനെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും പിടിച്ചു നിൽക്കാൻ വേണ്ടി അവസാനം വരെ ശ്രമിക്കും? അവള് നല്ല കഴിവുള്ള കുട്ടി, നല്ല കഴിവും തന്റേടവും ഉള്ള ഒരു മിടുക്കി പെണ്ണായിരുന്നു. എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് ഒരു പെൺകുട്ടികൾക്ക് അത്രയും കഴിവുള്ള. കാരണം അവളിപ്പം സെക്രട്ടേറിയറ്റിലൊക്കെ വരുവാണെങ്കിൽ തന്നെ IAS കാരോടായാലും പോയി സംസാരിക്കും. അവൾക്ക് അങ്ങനെ ഒരു പേടിയും ഭയവും ഇല്ല. ചേച്ചി ഇവരെല്ലാം മനുഷ്യര് തന്നെയല്ലേ, നമ്മളെന്തിനാ പേടിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അത്രയും തന്റേടം ഉള്ള ഒരു കുട്ടിയാണ്. അങ്ങനെയൊന്നും. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമായിട്ടാ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കോളേജ് ടൈം ആയാലും ഈ കല്യാണം വരെയും ഞങ്ങൾ അത്രയും സന്തോഷമായിട്ടായിരുന്നു. ഇവിടെ വരുമ്പോഴായാലും എന്റെ ഹസ്ബൻഡും ഒക്കെ ഒരു നല്ല സ്നേഹമാണ്. ഞങ്ങൾക്കൊരു അനിയത്തിയാണ്, എനിക്ക് വേറെ സിസ്റ്റേഴ്സ് ഒന്നുമില്ല. ഇവളാണ് എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും എല്ലാം. അങ്ങനെ അപ്പം നമ്മളെന്താ പറയാ, ഒരു വീട്ടിലെ പോലെയാണ്. അവളുടെ വീട്ടുകാരും അതെ. അങ്ങനെ അവള് പറയില്ല. അവള് കൂടുതൽ എന്തെങ്കിലും അങ്ങേ അറ്റം സഹിക്കാൻ വയ്യാതാകുമ്പോഴാ എന്നെ ഒന്ന് വിളിച്ചിട്ട് ഈ മിണ്ടാതിരിക്കും. ഞാൻ മിണ്ടാതിരിക്കുമ്പോ അറിയാം അവൾക്ക് വയ്യ, എന്തോ കുഴപ്പമുണ്ട്, പറ്റാത്തതാണെന്ന്. പക്ഷെ നമ്മൾ കുത്തി 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 ചോദിച്ചങ്ങേ അറ്റം ചോദിച്ചെങ്കിലേ ഒരു വാക്ക് മിണ്ടു. എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം ചേച്ചി, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം, കുടുംബ പ്രശ്നങ്ങളല്ലേ, അതൊക്കെ ശരിയാകും എന്നൊക്കെ പറയും. ഇത് താങ്ങാൻ വയ്യാത്തവണൊക്കെ എന്തോ സംഭവിച്ചു. പക്ഷെ ആത്മഹത്യ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെ ഒന്നും ചാടി ചാവുന്ന കുട്ടിയൊന്നും അല്ല അത്. അത് അല്ലെങ്കിൽ ആരെങ്കിലും. എന്നിട്ട് April 4th ഇവള് താമസിച്ചിരുന്ന റൂമിൽ ഒരു കുട്ടിയെ വിളിച്ചിരുന്നു. അവളെടുത്ത് പറഞ്ഞു ചേച്ചി ഇവിടെ ഇല്ലാന്നെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു, സങ്കടമായിട്ട് പറഞ്ഞെന്ന്. പക്ഷെ അന്നും വേറെ ഒന്നും ആരെടുത്തും പറഞ്ഞിട്ടില്ല. ഈ November 24th ഞങ്ങള് തമ്മിൽ കാണുമ്പോ അവള്
എന്താ പറയാ, ഇവിടെ വന്നപ്പോ തന്നെ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് വന്നത്. ഒരു വയ്യാഴിക പോലെയൊക്കെയാണ്, വയ്യാത്തല്ല, മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നം പോലെ. ഉം. വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് സെക്രട്ടേറിയറ്റിൽ പോയി. ഇവിടെ നേരെ എന്റെ വീട്ടിലേക്കാണ് വന്നത്. ഉം. വന്ന് കുളിച്ച് വേഷമൊക്കെ മാറി ഞങ്ങൾ നേരെ സെക്രട്ടേറിയറ്റിൽ പോയി. ഉം. എന്റെ ഹസ്ബൻഡിന്റെ വണ്ടിയിലാണ് പോയത്, ഒഫീഷ്യൽ വണ്ടിയിലാണ് പോയത്. ഉം. ഉം. അവിടെ ചെന്ന് നമ്മൾ അവിടെ അകത്തെല്ലാം കയറി എല്ലാ കാര്യങ്ങളും ചെയ്ത് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് ഞങ്ങൾ ഒരുമിച്ച് 3 പേരുടെ ഭക്ഷണവും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഹസ്ബൻഡ് വിളിക്കുന്നത്. ശരി. ഹസ്ബൻഡ് വിളിച്ചിട്ട് കുട്ടിക്ക് തീരെ സുഖമില്ല, നീ എവിടെ പോയി കിടക്കുക, ഇതെല്ലാം അവളുടെ തെറ്റാണെന്ന രീതിയിൽ അയാൾ കുറെ കിടന്ന് ബഹളം വെച്ച്. ഉം. ഈ കൊച്ചിന് വയ്യാത്തത് ഇവള്. അപ്പൊ അവൾ ആകെ നെർവസ് ആയി. അവൾ എന്നിട്ട് പറഞ്ഞ് മരുന്നിരിക്കുന്ന പോലും അയക്കറിയില്ല, എവിടെയാ മരുന്ന് വെച്ചേക്കുന്ന പോലും അയക്കറിയില്ല കുട്ടികളുടെ. ഉം. അപ്പൊ അതിനൊക്കെ കിടന്ന് ഭയങ്കര ബഹളം. അപ്പൊ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അവൾ ആകെ ഇൻസൾട്ടഡ് ആയി. ഉം. എന്നിട്ട് 6 മണിക്ക് പോകാൻ വെച്ചിരുന്ന വണ്ടി പോകാൻ വരുന്നതാ. പക്ഷെ 3 മണിയായപ്പോഴത്തേ പുള്ളിക്കാരി കൊച്ചിന് വയ്യാത്തോണ്ട് ഇറങ്ങി. ഉം. ഞങ്ങൾ അവളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. അപ്പൊ അവിടെ വെച്ച് അവളിങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരുപാട് കാര്യം ചേച്ചിയോട് പറയാനുണ്ട്, സഹിക്കാൻ വയ്യാത്ത പല വിഷയങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ കയറി കെട്ടിപ്പിടിച്ച് കുറെ നേരം കരഞ്ഞു. ഉം. ഞാനും കരഞ്ഞു. ഞാനും തിരിച്ചു പോകുന്ന തിരക്കിലായിരുന്നു, എനിക്ക് തിരിച്ചു പോകണമായിരുന്നു. അപ്പൊ ഞാൻ പോയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു. ശരി. ആ പിന്നെ ഞാൻ അങ്ങ് തിരിച്ചു പോയിട്ട് ഞാൻ അവിടുന്ന് ഫോൺ ചെയ്തിരുന്നു. ഞാൻ എവിടെ പോയാലും വിളിക്കാറുണ്ട്. ഉം. വിളിച്ചപ്പോ അവൾ ആകെ അന്നേരം ഒന്നും പറയുന്നില്ല. പിന്നീട് എന്തെങ്കിലുമൊക്കെ പറയാമെന്നുള്ള രീതിയില്ല. കല്യാണത്തിനെ കൂടാണല്ലോ, അവളുടെ ബ്രദറിന്റെ കല്യാണമായിരുന്നു. ഉം. 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 അപ്പൊ പിന്നീടൊക്കെ പറയാം, ഇപ്പൊ കുഴപ്പമില്ല ചേച്ചി എന്ന് മാത്രം പറഞ്ഞു. സുഹൃത്തിന്റെ വാക്കുകൾ കേട്ടില്ലേ? എത്രയും അടുത്തറിയാവുന്ന എന്ത് കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സുഹൃത്ത് പറയുന്ന വാക്കുകളാണ് ഇത്. ജിസ്മോളുടെ ഒരിക്കലും ഒരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണ് എന്നുള്ള രീതിയിൽ ആണ് സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഈ കൊലയാളികളെ ഇവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും തക്കതായ ശിക്ഷ നൽകുകയും ചെയ്യണം. കാരണം ആരും ആഗ്രഹിക്കുന്ന അത്രയും കഴിവുള്ള ഒരു പ്രഗത്ഭയായ ഒരു വക്കീലാണ് ഈ ജിസ്മോള്. അത്രയും ഒരു പെൺകുട്ടീനെ, കഴിവുള്ള പെൺകുട്ടീനെ അത്രയും ക്രൂരമായിട്ട് ഈ വീട്ടുകാർ പീഡിപ്പിച്ചുവെങ്കിൽ അവർ ഒരിക്കലും അവർ നല്ല ആളുകൾ ആയിരിക്കുകയില്ല. കാരണം ഒരു സൗന്ദര്യം കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് കൊലപാതകങ്ങൾ ഈ കഴിഞ്ഞ കാലത്തൊക്കെ ഉണ്ടായി. മലപ്പുറത്തൊക്കെ ഉണ്ടായ ഒരു ഷഹനാസ് മുംതാസ് എന്നൊക്കെ പറഞ്ഞൊരു പെൺകുട്ടിയുടെയൊക്കെ ഇതുപോലെ തന്നെയാണ്. അതും വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ വീട്ടുകാർക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇവർക്കൊക്കെ ഓരോ കുറ്റപ്പെടുത്തലുകൾ വരുന്നത്. എന്നാൽ ഇത് ആലോചിക്കുമ്പോൾ അവർ നോക്കി എല്ലാവരും വീട്ടുകാർ പോയി കണ്ട് ആലോചിച്ചിട്ടൊക്കെ ഉറപ്പീരൊക്കെ നടത്തിയതിന് ശേഷം പിന്നീട് 1-2 മാസങ്ങൾക്ക് ശേഷമാണ് വിവാഹത്തിലേക്ക് വരുന്നത്. അപ്പോൾ തീരുമാനം ഈ സമയത്തിനിടയിൽ അവർക്കൊന്നും കാഴ്ചയില്ലാതെ മറിഞ്ഞിരിക്കുകയാണോ? പിന്നീടാണോ കാഴ്ച വരുന്നത്? ഒരു പെൺകുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള രീതിയിലുള്ള പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാർക്കും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഒരു പാഠമായിരിക്കണം ഈ ജിസ്മോളുടെ മരണവും. അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെയുള്ള മരണങ്ങൾ വീണ്ടും ആവർത്തിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.